തടിയുള്ള ആന. തടിയുള്ള മഞ്ജു ആന കാട്ടിൽ അവന്റെ ഗുഹയുടെ പുറത്ത് അവന്റെ ഭാര്യ നിമ്മിയും 2 പിള്ളേരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഓ മടിയനായ മനുഷ്യ, പോയി ഞങ്ങൾക്ക് ആഹാരം കൊണ്ടുവാ, ഇന്നലെ തൊട്ട് വിശന്നിരിക്കുക. എനിക്ക് പോവാൻ വയ്യ നിമ്മി. ഇത്രയും ദൂരം നടന്നു കഴിഞ്ഞാ പിന്നെ എന്റെ കാല് രണ്ടും നല്ല വേദനയുണ്ടാവും. നീ പോയി എനിക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഭക്ഷണം കൊണ്ടുവാ. ഏത് സമയത്താണോ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയത്? ആകെ അറിയാവുന്ന പണി പിള്ളേരെ ഉണ്ടാക്കുക. പിള്ളേരെ നോക്കാനൊന്നും നിങ്ങൾക്ക് അറിഞ്ഞേകൂടാ. എന്നത്തെ പോലെ തന്നെ മഞ്ജു ആനേനെ കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് നിമ്മി ആന ആഹാരം തപ്പാനായി കാട്ടിൽ പോകും. മഞ്ജു ആന മടിയനായിരുന്നു. അവൻ എല്ലാ ദിവസവും ആ ഗുഹയിലിരുന്ന് തിന്നും, എന്നിട്ട് ഉറങ്ങും. അവന് പുറത്തു പോയി ഭക്ഷണം കൊണ്ടുവരാൻ ഇഷ്ടമല്ലായിരുന്നു. അവന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും ഈ ഒരു കാര്യം പ്രശ്നമായിരുന്നു. മഞ്ജു ആന ഗുഹയിൽ ഉറങ്ങുകയായിരുന്നു. വൈകുന്നേര സമയം. നിമ്മി എന്നത്തെ പോലെ വൈകുന്നേരം ആകുമ്പോൾ ആഹാരവും കൊണ്ട് വീട്ടിലേക്ക് വരും. അല്ല വാ കൊള്ളാലോ, ഭക്ഷണം വന്നു. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. തൊട്ടുപോരുത്, ആഹാരം നിങ്ങൾ തൊടാനേ പാടില്ല. ആദ്യം പിള്ളേര് കഴിച്ചിട്ട്. അപ്പോഴേക്കും മഞ്ജു ആന വന്ന് പെട്ടെന്ന് തന്നെ നിമ്മി കൊണ്ടുവന്ന ഭക്ഷണം മുഴുവൻ തീർക്കും. എന്ത് വൃത്തികെട്ട ആനയാണ് നിങ്ങൾ! പിള്ളേരുടെ ഭക്ഷണം നിങ്ങൾ തിന്ന്. നിമ്മി, നീ കുട്ടികൾക്ക് വേണ്ടി വേറെ ഭക്ഷണം കൊണ്ടുവാ. ഇത്രയും പറഞ്ഞുകൊണ്ട് മഞ്ജു ആന ഗുഹയുടെ അകത്ത് പോയി കിടന്നുറങ്ങും. ഈ മടിയൻ ആനയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? സ്വന്തം പിള്ളേരാന്ന് പോലും ഓർക്കുന്നില്ല. ഇതുപോലെ മടിയനായ ആനയുടെ കൂടെ ജീവിതം മുഴുവൻ ജീവിക്കുന്നേക്കാളും നല്ലത് എവിടെയെങ്കിലും പിള്ളേരെയും കൊണ്ടുപോയി അന്തസ്സോടെ ജീവിക്കാം. ബാ പിള്ളേരെ. നിമ്മി ആന സ്വന്തം പിള്ളേരെയും കൊണ്ട് എന്നേക്കുമായി അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം മഞ്ജു ആന ഗുഹയിൽ നിന്നും പുറത്തു വരുമ്പോ, അല്ല, നിമിയും കുട്ടികളും എവിടെ പോയി? മഞ്ജു ആന ഭാര്യനെയും പിള്ളേരെയും ഒരുപാട് തപ്പി നോക്കും. തപ്പിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. നടന്ന് വേറെ ഏതോ കാട്ടിലേക്ക് അവൻ വരികയും ചെയ്യും. അവിടെ ഒരുപാട് മൃഗങ്ങൾ, പക്ഷികൾ അവരവരുടെ ജീവിതം ജീവിക്കുകയായിരുന്നു. നേരം ഇതാ ഇരുട്ടി തുടങ്ങി. പോയി ആ കാണുന്ന ഗുഹയിലെങ്ങാനും കയറി കിടന്നുറങ്ങാം. ആന ഗുഹയുടെ അടുത്ത് പോവുകയായിരുന്നു. അപ്പൊ അവന് മാന്റെ വീട് കാണാൻ പറ്റി. അവിടെയാണെങ്കിൽ വീടിന്റെ പുറത്തും വീടിന്റെ അകത്തും ഭക്ഷണമായിരുന്നു. ഇത് കൊള്ളാലോ, ഭക്ഷണം. അപ്പോഴേക്കും മഞ്ജു ആന മാന്റെ വീടിന്റെ പുറത്തുള്ള വീടിന്റെ അകത്തുള്ള ഭക്ഷണവും എല്ലാം തിന്നുകളയും. അപ്പോഴേക്കും ചമേലി മാൻ അവിടെ വരും. ആനേ, ആരോട് ചോദിച്ചിട്ടാ എന്റെ ആഹാരം തിന്നേ? മഞ്ജു ആന മുമ്പിലത്തെ ഗുഹയിലിട്ട് പോകും. ഏതായിരുന്നു ആ തടിയൻ ആന ഇവിടെ വന്നത്? അപ്പോഴേക്കും കരടി ചമേലി മാന്റെ അടുത്ത് വരും. ചമേലി മാൻ കരയാൻ തുടങ്ങും. എന്തു പറ്റി മാൻപങ്ങളെ? കരടി ചേട്ടാ, നമ്മുടെ കാട്ടിൽ തടിയുള്ള ഒരു ആന വന്നിട്ടുണ്ട്. അവൻ വന്ന് എന്റെ വീട്ടിലെ എല്ലാ ഭക്ഷണവും കഴിച്ചു. എന്ത്? ആന നമ്മുടെ കാട്ടിലോ? അതെ, ആ ഗുഹയുടെ അകത്തുണ്ടത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര ആഹാരം ഞാൻ കൂട്ടിവെച്ചത്. ആ വൃത്തികെട്ട തടിയുള്ള ആന എന്റെ എല്ലാ ഭക്ഷണവും ഒറ്റടിക്ക് തിന്നു. ആ ആന ഒരുപാട് അനുഭവിക്കും, നോക്കിക്കോ. എന്റെ ദൈവമേ, എങ്ങനെ ആനയൊക്കെ ഈ കാട്ടിലേക്ക് എത്തിയത്? ഈ കാട്ടിൽ ഇന്നേ വരെ ഒരു ആനയും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം മഞ്ജു ആന ഗുഹയുടെ പുറത്ത് വരും. കാട്ടിൽ നടന്ന് കാട്ടിലെ എല്ലാവരുടെയും ആഹാരം തിന്ന് അവിടുത്തെ മരത്തിലെ ഇലകൾ പോലും തിന്നു തീർക്കും. മഞ്ജു ആനയുടെ ഈ ഒരു കാര്യം കണ്ട് കാട്ടിലെ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായി മാറും. ആ കാട്ടിലെ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും താമസിച്ചിരുന്നു. കാട്ടിലെ എല്ലാവരുടെയും ഭക്ഷണം തിന്നു കഴിഞ്ഞ് മഞ്ജു ആന ഗുഹയിൽ ചെന്ന് കിടന്നുറങ്ങും. അവിടെ കാട്ടിലെ എല്ലാവരും ഒരു സ്ഥലത്ത് കൂട്ടം കൂടും. ആ തടിച്ച ആനക്കുട്ടി ഏതാണ്? അതെവിടെ നിന്ന് വന്നു? ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് എന്റെ പിള്ളേർക്ക് വേണ്ടി ആഹാരം എടുത്തോണ്ട് വന്നത്. ഒറ്റ നിമിഷം കൊണ്ട് ആന തിന്നു കളഞ്ഞു. ആ വൃത്തികെട്ട ആന ആരാണ്? വൃത്തികെട്ട തടിയനാന. ആ ആന ഈ കാട്ടിലേക്ക് വന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ ആന എവിടെ നിന്നാ നമ്മുടെ ജീവിതം കൊളം തോണ്ടോ? അത് മഞ്ജു ആനയെ കൊണ്ട് എല്ലാവർക്കും പ്രശ്നമായിരുന്നു. പക്ഷെ ആർക്കും ധൈര്യമുണ്ടായില്ല ആ തടിയൻ ആനേനെ നേരിടാനായിട്ട്. കാരണം കാട്ടിലെ എല്ലാവർക്കും മഞ്ജു ആനയുടെ മുമ്പിൽ നിൽക്കാൻ പേടിയായിരുന്നു. മഞ്ജു ആന അതേ കാട്ടിലെ ഗുഹയിൽ താമസിക്കുകയായിരുന്നു. കൊള്ളാം, ഈ കാട്ടിൽ എനിക്ക് വളരെ നല്ലതും സമൃദ്ധവുമായ ഭക്ഷണം ലഭിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടതില്ല. ഈ കാട്ടിൽ തുടരുകയാണെങ്കിൽ എനിക്ക് അടിപൊളിയായി ജീവിക്കാൻ പറ്റും.
ഈ കാട്ടിലുള്ള മൃഗങ്ങളുടെ ഭക്ഷണവും എനിക്ക് കഴിക്കാമല്ലോ. മഞ്ജു ആന ആ കാട്ടിലെ ഗുഹയില് സുഖമായിട്ട് കിടന്നുറങ്ങും. അടുത്ത ദിവസം രാവിലെ വീണ്ടും കാട്ടിലെ ആൾക്കാരുടെ ആഹാരം കഴിക്കും. കാട്ടിലെ എല്ലാ മരത്തിന്നും ഇല തിന്നാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് സമയം നീണ്ടു. കാട്ടിലെ എല്ലാവർക്കും ഈ ആനയെ കൊണ്ട് ഭയങ്കര ഉപദ്രവമായിരുന്നു. കാരണം എല്ലാവരും കഷ്ടപ്പെട്ട് വളരെ ദൂരത്തു നിന്നും ഭക്ഷണം കൊണ്ടുവരുന്നത്. ആ മഞ്ജു ആന എല്ലാവരുടെയും ഭക്ഷണം ഒറ്റടിക്ക് തിന്നുകളയും. ഒരു ദിവസം കാട്ടിലെ എല്ലാവരും ഭക്ഷണം കൊണ്ടുവരാതിരിക്കും. അപ്പോഴേക്കും മഞ്ജു ആന കാട്ടിലിറങ്ങി അവരുടെ എല്ലാവരുടെയും ദേഷ്യത്തിൽ വീട് തകർത്തിട്ടിട്ടങ്ങ് പോകും. അയ്യോ, ഈ ആനയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഏയ് ആനേ, നിൽക്ക്! ആനയ്ക്ക് വിശപ്പ് കൂടിയിട്ട് ഭ്രാന്തായി. കാട്ടിലെ എല്ലാവരുടെയും വീട് തകർത്തിട്ട് ഗുഹയുടെ അകത്തു പോയിരിക്കും. കുറച്ചു കഴിഞ്ഞ് കാട്ടിലെ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് കൂട്ടം കൂടി. ആ തടിയനാന നമ്മുടെ വീടൊക്കെ തകർത്ത് നശിപ്പിക്കുകയാണല്ലോ. ആ ആന എന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ആ ആന ഈ കാട് മുഴുവൻ നശിപ്പിക്കും. ബാലുച്ചേട്ടാ, ആ ആന എത്ര വലുതും തടിയനുമാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് ആ ആനയെ ആക്രമിച്ചാൽ പോലും നമുക്ക് ഒരിക്കലും ആനയെ ജയിക്കാൻ സാധിക്കില്ല. ആ ആന വളരെ അപകടകാരിയും വലുതുമാണ്. എങ്ങനെങ്കിലും ആ ആനയെ നമുക്ക് തടഞ്ഞേ പറ്റൂ. ഓരോരുത്തരുമായിട്ട് ആനേനെ എങ്ങനെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാമെന്ന ആലോചനയിലായി. അപ്പോഴേക്കും മഞ്ജു ആന എല്ലാവരുടെ മുമ്പിലേക്ക് വരും. കേട്ടോളൂ കാട്ടുവാസികളെ, നിങ്ങൾ ദിവസവും എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെല്ലാവരും കൊന്നുകളയും. എനിക്ക് ദിവസവും ഭക്ഷണം കൊണ്ടുവരൂ. ഇപ്പൊ എനിക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്നോ അതോ ചാവാൻ തയ്യാറാവുന്നോ? തീരുമാനം നിങ്ങളുടേതാണ്. ഇത് കേട്ട് എല്ലാവരും പേടിച്ചു പോകും. ആനരാജാവേ, നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഗുഹയിൽ പോയിരുന്നോ? നാളെ തൊട്ട് നിങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ ദൂരത്തുനിന്ന് പോയി എടുത്തിട്ട് വരാം. എന്നിട്ട് ഗുഹയുടെ അകത്ത് കൊണ്ടുതരാം. കൊള്ളാം മുയലേ, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമായി. മഞ്ജു ആന സന്തോഷത്തോടെ ഗുഹയിലോട്ട് പോകും. എടാ മൊയലും കുഞ്ഞേ, നീ എന്തിനാ ആനയോട് പറഞ്ഞത് അയാൾക്ക് നമ്മൾ എന്നും ഭക്ഷണം കൊണ്ട് കൊടുക്കുമെന്ന്? നീ ഇതെന്ത് തോന്നിവാസമാണ് പറഞ്ഞത്? എല്ലാവരും മുയലിനെ ഭയങ്കരമായി വഴക്ക് പറയും. അതേ, ഒരു കാര്യമുണ്ടേ. നാളെ നമ്മൾ ആനയ്ക്ക് ഭക്ഷണം കൊണ്ടുവരില്ലേ, അതിൽ മയങ്ങാനുള്ള മരുന്ന് നമ്മളിടും. ആ ആന ഉണ്ടല്ലോ, ഗുഹയ്ക്കകത്തിരുന്ന് മയങ്ങുന്ന ആ ആഹാരം കഴിച്ചു കഴിയുമ്പോ ഗുഹയിൽ തന്നെ മയങ്ങി വീഴും. അത് ബോധം കെട്ട് വീഴുമ്പോ ഗുഹയുടെ പുറത്ത് നമ്മൾ വലിയൊരു കല്ല് വെച്ചങ്ങ് മൂടും. അതാവുമ്പോ ആന അതിന്റെ അകത്ത് തടങ്ങിലാവും. ഇത് കേട്ട് എല്ലാരും സന്തോഷിക്കും. അത് കൊള്ളാലോ മുയലേ, നീ പറഞ്ഞത് വളരെ നല്ലൊരു ഉപായമാണ്. മുയലിന്റെ ഈയൊരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോഴേക്കും അടുത്ത ദിവസം കാട്ടിലെ എല്ലാവരും ദൂരത്തിന് ഒരുപാട് ആഹാരം കൊണ്ടുവരും. എന്നിട്ട് ആഹാരത്തിൽ മയങ്ങാനുള്ള മരുന്ന് വെച്ച് മഞ്ജു ആനയ്ക്ക് ഗുഹയിൽ ചെന്ന് കൊടുക്കുകയും ചെയ്യും. ആഹാരം കഴിച്ചു കഴിയുമ്പോഴേക്കും മഞ്ജു ആന ബോധം കെട്ട് വീഴും. ആന വീണ് കഴിഞ്ഞു. ഗുഹയുടെ വാതില് വളരെ വലിയൊരു കല്ലെടുത്ത് അടയ്ക്ക്. അവരെങ്ങനെയൊക്കെയോ വലിയൊരു കല്ല് ആ ഗുഹയുടെ പുറത്തങ്ങ് വെക്കും. അതിനുശേഷം മഞ്ജു ആന ആ ഗുഹയുടെ അകത്ത് തടങ്ങളിലായി പോവും. കണ്ടോ എന്റെ ഐഡിയ? ആന അകപ്പെട്ടില്ലേ അകത്ത്? മുയലേ, ഞാൻ നിന്നെ സമ്മതിച്ചു. കുഞ്ഞു ബോംബാണെങ്കിൽ എന്താ, വലിയൊരു സംഭവല്ലേ ചെയ്തത്. എല്ലാരും മുയലിനെ പ്രശംസിക്കാൻ തുടങ്ങും. കുറച്ചു കഴിയുമ്പോ മഞ്ജു ആനയ്ക്ക് ബോധം തെളിയും. എന്നിട്ട് ഒരു നിമിഷം കൊണ്ട് അവന്റെ തുമ്പിക്കൈ വെച്ച് ആ കല്ലിനെ അങ്ങ് തെറിപ്പിച്ചു കളയും. എന്നിട്ട് ഗുഹയിൽ നിന്ന് ഇറങ്ങി എല്ലാം തല്ലിപ്പൊട്ടിക്കും. ഇത് കണ്ട് എല്ലാവരും പേടിച്ചു പോവും. എന്റെ ദൈവമേ, ആ ആന പുറത്തേക്ക് വന്നു. ആന എല്ലാവരെയും പേടിപ്പിക്കും. പേടിച്ചു കഴിഞ്ഞ് പാവം എല്ലാവരും അവന് വേണ്ടി ആഹാരം കൊണ്ടുവരാൻ പോവും. മുയലേ, നിന്റെ ഈ ഐഡിയ ഫ്ലോപ്പായല്ലോ. എന്റെ വേറെ വഴിയുണ്ട്. നമുക്ക് ഇപ്രാവശ്യം ആഹാരത്തില് ആനയുടെ വയറിളക്കാനുള്ള മരുന്നിട്ടാലോ? അപ്പൊ വയറ് കേടാവുമല്ലോ. എന്നിട്ട് എല്ലാവരും ഭക്ഷണം കൊണ്ടുവരും. അതിൽ വയറ് കേടാവാനുള്ള മരുന്ന് വെച്ച് ആ ഭക്ഷണം ആനയ്ക്ക് കൊടുക്കും. എന്നിട്ട് ആഹാരം കഴിച്ച് ശരിക്കും വയറിന് വേദനയാകും. ആ, എന്റെ വയറെന്താ ഇങ്ങനെ വേദനിക്കുന്നത്? ആ, വയറിനകത്ത് വലിയ ശബ്ദം ഉണ്ടാകുന്നല്ലോ. ആന ഓടി ശൗചാലയത്തിലേക്ക് പോകും. അങ്ങനെ ആന 4-5 പ്രാവശ്യം ശൗചാലയം പോയി പോയി മടുത്തു തുടങ്ങും. എന്റെ ദൈവമേ, കക്കൂസിലേക്ക് പോയി പോയി എന്റെ അവസ്ഥ വളരെ മോശമായി.
ഈ കാട്ടുവാസികൾ എനിക്ക് എന്താണോ തന്നത്? അയ്യോ എന്റെ വയറേ! അപ്പോഴേക്കും വീണ്ടും മഞ്ജു ആന ശൗചാലയത്തേക്ക് പോവും. രാത്രിയായിട്ടും മഞ്ജു ആന ശൗചാലയം വിട്ട് പിടിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം മഞ്ജു ആന ചത്ത ശവം പോലെ പുറത്തു കിടക്കുകയായിരുന്നു. അയ്യോ ഞാനിപ്പോ ചത്തുപോവേ. ഇപ്പൊ വയറ്റിനകത്ത് ഒന്നുമില്ലല്ലോ. അപ്പോഴേക്കും എല്ലാവരും അവിടെ എത്തും. എന്തു പറ്റി ആന രാജാവേ? നിങ്ങൾക്ക് ആഹാരം ഇനിയും തരട്ടെ? വേണ്ട, ഇനി ആരും എനിക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരണ്ട. ഇനി എനിക്കുള്ള ഭക്ഷണവും വെള്ളവും ഞാൻ തന്നെ കൊണ്ടുവന്നോളാം. നിങ്ങളെല്ലാവരും എനിക്ക് തന്ന ഭക്ഷണമുണ്ടല്ലോ, എനിക്കിപ്പോ അതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പൊക്കോളൂ. ഞാൻ ഇനി നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കില്ല. ഇത് കേട്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും. അവര് സന്തോഷത്തോടെ വീണ്ടും അവരുടെ വീട് നന്നായി ഒരുക്കി വെക്കും. ദൂരത്തുനിന്ന് ആഹാരം കൊണ്ടുവന്ന് ജീവിക്കും. മഞ്ജു ആനയ്ക്ക് നല്ലൊരു പാഠം പഠിക്കാൻ പറ്റി. പിന്നീട് ആ കാട്ടിലേക്ക് ആന പിന്നെ വന്നിട്ടേ ഇല്ല. അവിടുന്ന് ദൂരെ ദൂരെ പോയി വേറെ കാട്ടിൽ പോയി സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട ആഹാരം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങി.